10 മീറ്റർ നീളം. ഇമ്മാതിരി സാധനം പണ്ട് ഞമ്മള് PWD ഓട്ടിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? ഞമ്മള് താമരശ്ശേരി ചുരന്ന്. ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരണങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് പോയി വിട്ടില്ല. ഇൻഷാ പടച്ചോനെ നിങ്ങള് കാത്തോളി. പോയത് താമരശ്ശേരി ചുരം വഴിയാണ്. അടിവാരം മുതൽ ലക്കിടി വരെ 12 കിലോമീറ്ററിൽ 9 ഹെയർപിൻ വളവുകളാൽ കാണപ്പെടുന്നതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. ഇവിടെ ഓരോ വളവുകൾ നാം കയറുമ്പോഴും അതിമനോഹരമായ വ്യൂ പോയിന്റുകൾ കാണാൻ കഴിയും. 9ാമത്തെ ഹെയർപിന്നിൽ നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ പൂർണ്ണമായ ആകാശ ദൃശ്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപകടം നിറഞ്ഞ വളവുകൾ എല്ലായിടത്തും ചുറ്റും കാടും പച്ചപ്പും അതിമനോഹരമായ അരുവികളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ശ്രദ്ധിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വളവുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ശരിക്കും താമരശ്ശേരി ചുരം വയനാടൻ ചുരം എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ് ഈ ചുരം. ഒത്തിരി വലിയ വണ്ടികൾ, ലോറി, ബസ് ഇതുപോലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത് വളച്ചെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മറ്റു വാഹനങ്ങൾ അവിടെ നിർത്തിയിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ പലപ്പോഴായി നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത് വാഹനങ്ങളൊക്കെ കുഴിയിൽ വീഴുമ്പോൾ പൊക്കിയെടുക്കാൻ കഴിയുന്ന JCB പല ഭാഗങ്ങളിലായിട്ട് ചിലപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കൂടുതൽ മഴ സമയങ്ങളും മഞ്ഞ് കൂടുതലുള്ള സമയങ്ങളിലൊക്കെയാണ് ഇതിങ്ങനെ കാണപ്പെടുന്നത്. മൃഗങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് സൂക്ഷിച്ചു പോകുവാൻ പല കർവുകളിലും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റോഡിൽ കട്ടറൊന്നുമില്ലാതെ ഒരുപാട് അപകടങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതാകിയാൽ വീതി നല്ലവണ്ണം കൂട്ടിയിട്ടുണ്ട്. റോഡ് നല്ല രീതിയിൽ ടാറിട്ട രീതിയിലാണ് നമുക്കിവിടെ കാണപ്പെടാൻ കഴിയുന്നത്. നല്ല മഞ്ഞ് മൂടിയ ഈ കാടിനുള്ളിൽ താമരശ്ശേരി ചുരം കാണാൻ അതിമനോഹരം തന്നെ.